ഏതെങ്കിലും ഒരു കാരണവശാൽ ഹിന്ദി പറയുന്നവരുടെ ഇടയിൽ താമസിക്കേണ്ടതായിട്ട് വന്നാൽ ഒരു വാടക വീട് ആവശ്യമായിട്ട് വരും. അപ്പോൾ എങ്ങനെ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീട് കണ്ടെത്തി അതിൽ താമസം തുടങ്ങാം എന്നറിയുവാൻ താല്പര്യം ഉള്ളവർക്ക് ഇതൊരു സഹായമായിരിക്കും. വീടിന് മക്കാൻ എന്നും വാടക വീടിന് കിരായയ്ക്ക് ഘർ എന്നും പറയാം. കിരായയ്ക്ക് മക്കാൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ടാകുന്നു, എവിടെ കിട്ടും? കഹ മിലേഗ, കിരായ പേ ഘർ കഹ മിലേഗ, ഇതാണ് ചോദ്യം. അപ്പോൾ ചോദിക്കുമ്പോൾ ചിലർ പറയും അവിടെ കിട്ടും. അപ്പോൾ അവിടെ കിട്ടുമെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു ധന്യവാദ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം, കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. വഹാ മിൽത്തായെ അല്ലെങ്കിൽ മിലേഗ പറയും. ധന്യവാദ് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകുന്നു. ചിലപ്പോൾ പുറത്താരെങ്കിലും കാണാം, അല്ലെങ്കിൽ വിളിച്ച് വരുത്തേണ്ടതായിട്ട് വരും. ശബ്ദമുണ്ടാക്കാം, ബെല്ലുണ്ടെങ്കിൽ ബെല്ലടിക്കാം, അല്ലെങ്കിൽ കഥ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ കഥകിന് മുട്ടി കോയി ഹേ ചോദിക്കാം, ആരെങ്കിലും ഉണ്ടോ. അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ, ആണുങ്ങളാണെങ്കിൽ ഭയ്യ, ഭായി, സാബ് എന്തെങ്കിലും ഒന്ന് പറയാം. സ്ത്രീകളാണെങ്കിൽ ദീദി, ബാബി, ഭായി, ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സംബോധന ചെയ്തുകൊണ്ട് കാര്യം ചോദിച്ചറിയാം. അല്ലെങ്കിൽ നേരിട്ട് വീടുണ്ടോ, കിരായയ്ക്ക് മക്കാൻ കെ ലിയെ ആയാകും ഹേ ക്യാ, ഉണ്ടോ. മക്കാൻ കാലി ഹേ, വീട് കാലിയാണോ, വീടുണ്ടോ. അപ്പോൾ മനസ്സിലാകും വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. കിരായ വാടകയ്ക്ക്, മക്കാൻ വീടിന്. പുറത്താരെയും കാണുന്നില്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ വിളിക്കുമ്പോൾ അകത്തു നിലവ ചോദിക്കാം, കോൻ ഹേ, ആരാണ്. അപ്പോൾ വന്നു നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എന്താണ് മറുപടി പറയേണ്ടത് അത് പറയാം. മക്കാൻ കെലി ആയാഹും പറയാം, അല്ലെങ്കിൽ ആയിയേത്തോ പറയാം, വന്നിട്ട് മനസ്സിലാക്കട്ടെ. ഹേ ക്യാ ചോദിക്കുമ്പോൾ നഹി പറഞ്ഞാൽ പിന്നെ അവിടുന്ന് മുൻപോട്ട് പോകാം, വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കാം. ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് നീട്ടാൻ പറ്റും. ഹേ പറയും, ഹേ, എന്നിട്ട് ചോദിക്കും കഹാ സേ ആയാ ഹേ, എന്നിട്ട് ചോദിക്കും കഹാ സേ ആയാ ഹേ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ എവിടുത്തെ കാരനാണ് എന്നാണ്. അതിന് കഹാ രഹനെ വാല ഹേ, രഹനെ വാല ജന്മസ്ഥലമാണ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ആ പരിസരത്തു നിന്നായിരിക്കാം രാവിലെ അവിടുന്ന് അങ്ങോട്ട് പോയത്, അതല്ല ചോദിക്കുന്നത്, എവിടുത്തെ കാരനാണ്. അപ്പോൾ പറയണമെങ്കിൽ സ്ഥലം പറയാം, ജന്മസ്ഥലം പറയാം. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് സേ പറഞ്ഞ് ഹൂം പറയാം, സേ ആയാഹും. അപ്പോൾ പിന്നെ ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ് ക്യാ കർത്തേ ഹേ, എന്ത് ചെയ്യുന്നു. വല്ലതും ജോലി ചെയ്തെങ്കിലല്ല അവർക്ക് മാസം അവരുടെ ആ വാടക കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു അത് പറയാം. ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ വീട് കിട്ടത്തില്ല. നല്ല ജോലിയോ സ്ഥിരമായ ജോലിയോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ കള്ളം പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ, അതും പറ്റത്തില്ല. പിന്നെ അറിയുമ്പോൾ ഇറക്കി വിടും. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താണ് പറയേണ്ടത്, യോഗ്യമായ ചോദ്യമാണ് കാത്തെ പീത്തെ ഹേ ക്യാ. അപ്പോൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാത്തവരൊക്കെ ആദ്യമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ വിചാരിക്കും കഴിക്കാതെയും കുടിക്കാതെയുമാണോ ഇയാൾ, അല്ലെങ്കിൽ ഇവർ ഇത്രയും വലുതായതെന്ന് ചിന്തിക്കും. പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നത് മദ്യവും ഇറച്ചിയും കഴിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലർ ധരിച്ചിരിക്കുന്നത് ഇറച്ചിയില്ലാതെ മദ്യം കുടിക്കാൻ പറ്റത്തില്ല എന്നും, അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നവരെല്ലാം പ്രശ്നക്കാരാണെന്നും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ചിലർക്ക് ആ കുഴപ്പമില്ല. അവർ പറയും കഴിച്ചോ കുടിച്ചോ, പക്ഷേ നിങ്ങളെല്ലാം താമസിക്കുന്ന അവിടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാലും മതി.
ചിലർക്കാണെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല, കുടിക്കുന്നതിന് കുഴപ്പം, ചിലർക്ക് കുടിക്കുന്നതിന് കുഴപ്പം, കഴിക്കുന്നതിന് കുഴപ്പം ഇല്ല. അങ്ങനെ പല വിധത്തിലുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്നും വാടകയ്ക്ക് വീട് എടുത്തിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും. പൈസ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ തിരക്കി അറിയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് വീട് ആവശ്യമല്ലേ, അപ്പോൾ സത്യസന്ധമായ വിധത്തിൽ അത് പറയേണ്ട വിധത്തിൽ പറഞ്ഞ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്കവിടെ വീട് കിട്ടും. വീട് തരാൻ താല്പര്യമാണ്, നമുക്ക് എടുക്കാൻ താല്പര്യമാണെങ്കിൽ പിന്നെ ചോദിക്കുന്നത് ID പ്രൂഫാണ്. പഹച്ചാൻ പത്ര എന്ന് പറയും. അതിനകത്ത് വോട്ടർ ID-യോ ആധാർ കാർഡ് ഇതുപോലൊക്കെയുള്ള ഏതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പറയും ഏക് മൈനാക്കെ കിരായ ആബി ദേന പടേക, 1 മാസത്തെ വാടക ഇപ്പോൾ കൊടുക്കണം. 5000 രൂപയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ 5000 രൂപ ഇപ്പോൾ കൊടുക്കണം, ID പ്രൂഫ് ഇപ്പോൾ കൊടുക്കണം എന്ന് പറയും. താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെ ബാത്തുമേ ദൂങ്ക പറഞ്ഞാൽ പിന്നെ പോകാം. പക്ഷേ അതിന് അല്പം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും കയറി വന്നാൽ പിന്നെ കൊടുക്കും, അവർക്ക് കൊടുക്കും. ചിലപ്പം അല്പം കൂടുതൽ കിട്ടിയാലും കൊടുക്കും, അല്ലെങ്കിൽ ഉടനെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കൊടുക്കും. അതുകൊണ്ട് ചിലർ പറയും അഭിമേ 1000 ദേത്താ, ഇപ്പോൾ ഞാൻ 1000 തരാം, 4,000 ബാതുമേൻ തേക്ക്, ഇപ്പോൾ 1000 തരാം, 4000 പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. താല്പര്യമുണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുത്തെല്ലാം ശരിയായെങ്കിൽ പറയുമ്പോൾ വീട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി തുറക്കും. ചാവിലേക്ക് ജായെങ്കിൽ കൊല്ലേങ്കിൽ ഘർ, കൊണ്ടുപോയി മുറി അല്ല വീട് തുറന്ന് കാണിച്ചിട്ട് പറയും ഇത് അടുക്കളയാ, യഹ് കിച്ചൺ ഹെ, വാം ബാത്റൂം ഹെ, അവിടെ കുളിമുറിയും കക്കൂസുമാണ്, ഇത് മീറ്ററാണ്. അപ്പോൾ പറയും ബിജിലിക്ക ബില്ല് അലഗ് ദേന പടേക എന്ന് പറയും. കറണ്ട് ബില്ല് പ്ലസ് ആയിട്ട് ആദ്യമായിട്ട് അത് വേറെ കൊടുക്കണം, വാടക കൂടാതെ കൊടുക്കണം. കിരായപ്പേ മക്കാൻ കഹാൻ മില്ലേക, വാടകയ്ക്ക് വീട് എവിടെ കിട്ടും? കിരായ ക്യാ ഹെ, വാടക എന്താണ്? ക്യാ ക്യാ സുവിധ ഹെ, എന്തെല്ലാം അതിനകത്ത് സൗകര്യങ്ങളുണ്ട്? നൽ കബ് ആയക, വെള്ളം എപ്പോൾ വരും? പൈപ്പിൽ ഇനി വരുന്ന വെള്ളമാണ്, അപ്പോൾ അത് എപ്പോഴാണ് സമയമുണ്ട്. അപ്പോൾ രാവിലെ 8 മണിക്കാണെങ്കിൽ 8 ബജെ പറയും, അല്ലെങ്കിൽ 10 മണിക്കാണെങ്കിൽ 10 ബജെ പറയും. അന്നേരം അത് ആ സമയത്ത് പോയി വെള്ളം പിടിച്ചു വെക്കേണ്ടതായിട്ട് വരും. കപ്പടെ കഹാ സുഖാത്തേ, തുണികൾ എവിടെ ഉണക്കാം? കപ്പട കഹാൻ ധോത്തേ, തുണികൾ എവിടെ കഴുകാം? 10-ാം തീയതിയാണ് എടുക്കുന്നതെങ്കിൽ പറയും 10 താരീഖോ ലിയാ ഹെ, അഗലെ മहीने 10 താരീഖ് തക് കിരായ ദേന പടേക, ഈ മാസം 10-ാം തീയതി എടുത്തു, അതുകൊണ്ട് അടുത്ത മാസം 10 ആകുമ്പോഴത്തേക്ക് വാടക കൊടുക്കണം എന്ന്. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടരും തയ്യാറായി കഴിയുമ്പോൾ പറയും വാ ഞാൻ വീട് കാണിക്കാം, ചലോ ഹം ഘർ ദിഖാത്താ ഹെ. ഘർ തുറന്ന് വീട് തുറന്ന് കാണിക്കും. അപ്പോൾ പറയും ഇവിടെ കിച്ചനാണ്, അവിടെ കുളിമുറിയാണ്, അത് മീറ്ററാണ്. यहाँ किचन है, वहाँ बाथरूम है, वो मीटर है, बिजली का पैसा आपको अलग देना पड़ेगा എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ചാർജ് ബില്ല് അത് പൈസ നമ്മൾ വാടക കൂടാതെ കൊടുക്കണം. വാടകയോടെ കൂട്ടി കൊടുക്കണം, വാടകയല്ലാതെ അതുകൂടെ കൂട്ടി വേണം കൊടുക്കാൻ. അങ്ങനെയൊക്കെ കാണിച്ച് പറയും. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാം, താമസം തുടങ്ങാം. അപ്പോൾ സാമാനിലേക്ക് ആ ജാവോ और अब रहो, खुशी से रहो।